ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ, ഏറെ നാളത്തെ പോരാട്ടത്തിനൊടുവിൽ പാകിസ്ഥാൻ പിളരുകയാണ്. പുതിയ പതാകയും ദേശീയ ഗാനവും കറൻസിയും പ്രഖ്യാപിച്ചുകൊണ്ട് പുതിയ രാജ്യം പാകിസ്ഥാനിൽ നിലവിൽ വന്നു. റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്നാണ് പുതിയ രാജ്യത്തിന്റെ പേര്. ഏതാണ്ട് ആ മേഖലയിലെ ബലൂച്ച് മേഖലയിലെ 85% പ്രദേശങ്ങളും തങ്ങളുടെ അധീനതയിലാണെന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഏതാണ്ട് അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ അവർ കറൻസിയും ദേശീയ ഗാനവും പതാകയുമായി പുതിയ രാജ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയടക്കം ഇതിൽ ഇടപെടണമെന്നും കൂടി അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാ ചുക്കൈൻ ബലൂജാനി എന്ന് തുടങ്ങുന്ന അവരുടെ ഗാനമാണ് ദേശീയ ഗാനമായി മാറിയിരിക്കുന്നത്. ബലൂജി ഫലൂസ് എന്നതാണ് അവരുടെ കറൻസിയുടെ പേര്. ഏതായാലും വലിയ പാകിസ്ഥാനിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഒരു പ്രദേശമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം 150 പരം ചെമ്പ് സ്വർണ്ണ ഖനികൾ ഇവിടെ നിലവിലുണ്ട്. ഒപ്പം തന്നെ 1200ഓളം വരുന്ന കൽക്കരി ഖനിയുമുണ്ട്. ഈ ഖനികൾ എല്ലാം തന്നെ ചൈനയ്ക്കും മറ്റുമൊക്കെ തീരെഴുതി കൊടുത്തിരിക്കുകയായിരുന്നു പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരുന്നത്. ചൈനീസ് കമ്പനികളാണ് ഇവിടെ ഖനനം നടത്തിയത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഭാഗത്തുണ്ടായി. ഇപ്പോൾ അവർ പറയുന്നു ഈ 150ലധികം വരുന്ന ചെമ്പ് സ്വർണം ഖനികളും ഒപ്പം തന്നെ 1200ഓളം വരുന്ന കൽക്കരി ഖനികളുമെല്ലാം തങ്ങളുടേതാണ് എന്നാണ്. ഇതിനിടയിൽ പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ടുവരുന്ന മറ്റൊരു വാർത്ത, പാക് സൈന്യത്തിലുള്ളവരും പോലീസിലുള്ളവരും ഒക്കെ കൂട്ടത്തോടെ രാജിവെച്ച് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയോടൊപ്പം ചേരുന്നതും ബലൂചിസ്ഥാനിലേക്ക് അവർ പോകുന്നതുമായിട്ടുള്ള ഒരു വാർത്തകളാണ്. നിലവിൽ 5 ലക്ഷം പേരോളം തങ്ങളുടെ സൈനികരുണ്ട്, ഇല്ലെങ്കിൽ മുന്നണി പോരാളികളുണ്ടെന്നാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇപ്പോൾ പറയുന്നത്. ഏതായാലും പാകിസ്ഥാൻ ഇതിനെക്കുറിച്ചൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. ഒരുപക്ഷെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് കനത്ത ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇല്ല എങ്കിൽ പാകിസ്ഥാൻ തത്വത്തിൽ ഇതിനെ അംഗീകരിക്കുകയായിരിക്കും ഫലം. ന്യൂസ് ഡെസ്ക് മലയാളം.